തിരുനാവായ സർവോദയമേളയുടെ സമാപന ദിനത്തിൽ നിളാതീരത്ത് ശാന്തിയാത്ര നടന്നു. सबको പുലർച്ചെ 6 മണിയോടെ തവനൂർ കേളപ്പജി സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും നടത്തി. ശേഷം കേളപ്പജിയുടെ സമാധി സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് തവനൂർ കടവിൽ നിന്നും 700ഓളം മീറ്റർ നടപ്പാതയിലൂടെ കാൽനടയായി സഞ്ചരിച്ചെത്തിയ ശാന്തിയാത്ര മറുകരയിൽ താൽക്കാലികമായി നിർമ്മിച്ച ജെട്ടിയിൽ നിന്നും തോണികളിലാണ് തിരുനാവായ കടവിലേക്ക് പുറപ്പെട്ടത്. 2 തോണികളിലായി തിരുനാവായ കടവിലെത്തിയ ശാന്തിയാത്ര ഗാന്ധിയൻ സി ഹരിദാസിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്തൂപത്തിലേക്ക് പുറപ്പെട്ടു. ശാന്തിയാത്രയിൽ ഗാന്ധിയൻ സർവോദയ പ്രവർത്തകർ, ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് സി ഹരിദാസ് ഗാന്ധി സ്മാരകത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും നടത്തി. ഗാന്ധി സ്മാരക പരിസരത്ത് നടന്ന സ്മൃതി സദസ്സ് സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ 2 പഞ്ചായത്തും വേണ്ട പോലെ താല്പര്യമുണ്ട്. 2 പഞ്ചായത്തിൻ്റെയും വൈസ് പ്രസിഡന്റുമാരാണ്. എൻ്റെ തവനൂർ പഞ്ചായത്തിൽ ബാബു അതുപോലെ ഇവിടെ അവരോട് ഞാൻ ഈ അവസരത്തിൽ എല്ലാവിധ കളപ്പാടും എന്തെങ്കിലും ഉണ്ടാകുമായ രീതിയിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ശരി, എനിക്ക് തമിഴോട് പറയാമെന്ന് നിങ്ങളെല്ലാവരും ഒന്നിച്ച് നിർമ്മിച്ച് കാരണം ഇതിവിടെ വെക്കുന്ന കാലത്ത് ഞാൻ ചെറിയ കുട്ടിയാണ്. മുളക്കിൽ മുഹമ്മദ് അലി അധ്യക്ഷനായി. ഡോക്ടർ ജോസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. തിരുനാവായിലെ ആളുകൾ മുൻകൈയെടുത്താണ് ഈ സർവോദയ മേളയുടെ ശാന്തിയാത്രയ്ക്ക് ശേഷം ഇങ്ങനൊരു സമ്മേളനം ഇവിടെ ആരംഭിച്ചെന്നാണ് മുഹമ്മദ് അലി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ വർഷവും അങ്ങനെ ഒരു സമ്മേളനം ഉണ്ടാകുമോ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ മുഹമ്മദ് അലി ചോദിച്ചു. ഞങ്ങളത് ശ്രമിക്കാമെന്നാണ് മുഹമ്മദ് അലി പറഞ്ഞത്. നമുക്കറിയാം 76ാമത് സർവോദയ മേള വളരെ പ്രയാസപ്പെട്ടാണ് 2 ദിവസം കൊണ്ട് നമ്മുടെ ഇങ്ങോട്ട് എത്തിച്ചേർന്നത്. കാരണം ഇത് നേരത്തെ നമ്മളെ ഗ്രാമപഞ്ചായത്ത് അറിയാത്തൊരു കാര്യമായിരുന്നു. മേള നടക്കലുണ്ട്, പക്ഷെ നമ്മളിവിടെ ഗാന്ധി സ്തൂപം പെയിൻ്റ് അടിച്ചു, അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അത് ചെറുതായിട്ട് മാറ്റം വന്നതിൻ്റെ പ്രയാസങ്ങൾ ഞങ്ങൾ കുറേ അനുഭവിച്ചു. കാരണം കളക്ടറുടെ ഒരു ഓർഡർ ഞങ്ങൾക്ക് എത്തുകയും ഇതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ തവനൂർ പഞ്ചായത്തും തിരുനാവായ പഞ്ചായത്തും ഏറ്റെടുത്ത് ഇത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രയാസങ്ങൾ നേരിട്ട്, എന്നിരുന്നാലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മേള കടന്നു വരാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു. ഏതായാലും വളരെ ഭംഗിയായിട്ട് ഇവിടെ എത്തി. ബാക്കി കാര്യങ്ങളൊക്കെ ഹരിദാസേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ മേളകൾ നടത്തി കൊണ്ടുപോകാൻ അടുത്ത തവണ സർക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മളെല്ലാവരും കൂടി ആവശ്യപ്പെടുക. തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മുസ്തഫ, K രവീന്ദ്രൻ, കോലോത്ത് ഗോപാലകൃഷ്ണൻ, ഉമ്മർ ചിറക്കൽ, അടാട്ട് വാസുദേവൻ, TPR നാഥ്, രാജേഷ് പ്രശാന്തിയിൽ, ഉണ്ണികൃഷ്ണൻ പൊന്നാനി, മോഹനൻ നായർ, MV രഘുനന്ദൻ, പ്രണവം പ്രസാദ്, സത്യൻ മാസ്റ്റർ, TV അബ്ദുൽ സലാം, MA സുബൈദ, നാസർ കൊട്ടാരത്ത്, P കോയക്കുട്ടി എന്നിവർ സംസാരിച്ചു. എഡിറ്റർ ലൈവ് തിരുനാവായ.